Hello children, here is the character sketch of Mikali, the protagonist in the story Maternity by Lily Kanakos. ഈ ചാപ്റ്റർ മെറ്റേണിറ്റീൻ്റെ സമ്മറിയും അതുപോലെ തന്നെ ഇതിലത്തെ ലൈഫ് ഓഫ് റെഫ്യൂജീസും ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനാമാൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഓർ ദ ഇംപ്രഷൻ ദാറ്റ് വി ഹാവ് അബൌട്ട് ചൈനാമാൻ. ഇതിലത്തെ ആക്ടിവിറ്റി 1 ആയിരുന്നു അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിക്കാലി നോക്കാം. ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, ദീസ് ആർ സം ഹിൻസ് ദാറ്റ് ആർ ഗിവൺ ടു യു. ഓക്കെ, ബോണ്ട് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ മിക്കാലി ആൻഡ് ബ്രദർ. Next one is sufferings of Mikali during the days in the refugee camp, and also the helplessness of Mikali, and how Mikali looks like how he is, like his physical appearance. Okay, and also the importance of the character in the story are the things that you have to bear in your mind when you write a character sketch. So let us read the character sketch of Mikali. Mikali is the protagonist in the anecdote Maternity by Lily Kanakos. He is one of the refugees staying in the Armenian refugee camp. He had to face all the burdens of life at an early age itself. വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും അനുഭവിക്കേണ്ടി വന്ന ആളാണ് Mikali. He is a boy of 14, healthy and robust, but he could not earn anything by himself because he had a newborn baby on his back. അവനക്ക് സ്വന്തമായിട്ട് ഒന്നും സമ്പാദിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം എന്താണ്, അവൻ്റെ ബാക്കിൽ അവൻ്റെ അനിയനുണ്ടായിരുന്നു. His mother passed away soon after giving birth to his baby brother. Both of them were unlucky that they could not help or support each other. അവരുടെ അമ്മ ഈ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് തന്നെ മരിച്ചുപോയതാണ്. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം സപ്പോർട്ട് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. Both of them were unlucky that they could not help or support each other. He was a boy with great self-respect. That is why he felt sorry about receiving stale bread from his neighbors. മിക്കാലി എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? വല്ലാത്ത സെൽഫ് റെസ്പെക്റ്റ് ഉള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ അയൽപക്കക്കാർ അവന് ബ്രെഡ് കൊടുത്തപ്പം, സ്റ്റീൽ ബ്രെഡ് കൊടുത്തപ്പോൾ അവനക്കൊരു വിഷമം ഉണ്ടായിരുന്നു അത് വാങ്ങിക്കാനും കഴിക്കാനും ഒക്കെ. Nobody gave him any job because he was literally burdened with the baby on his back. When the baby cried out of hunger, some of the refugees even wished the baby to die. ആ കുട്ടി മരിച്ചു പോകണമെന്ന് പോലും ചില റെഫ്യൂജികൾ ആഗ്രഹിച്ചിരുന്നു, ആ കുട്ടി കരയുന്നത് കാരണം, ഇവരുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്തത് കാരണം. But he was empathetic and caring. He is a symbol of divine brotherhood and maternity itself. പക്ഷേ മിക്കാലി അങ്ങനെയുള്ള ആളായിരുന്നില്ല. He was a very good boy, right? അവൻ്റെ സഹോദരനോട് നല്ല സ്നേഹമുള്ള, നല്ല കെയർ ചെയ്യുന്ന, എമ്പത്തറ്റിക് ആയിട്ടുണ്ടായിരുന്ന ബ്രദറായിരുന്നു. മാത്രമല്ല എന്താണ്, ഒരു ദൈവിക ബ്രദർഹുഡിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ് മിക്കാലി. അതുപോലെ തന്നെ മെറ്റേണിറ്റിൻ്റെ തന്നെ, മദർഹുഡിൻ്റെ തന്നെ, മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ മദർഹുഡ്, മാതൃത്വം, ഇതിൻ്റെ തന്നെ ഒരു സിമ്പലാണ് മിക്കാലി. കാരണം എന്താണ്, ഹി ടു കെയർ ഓഫ് ഹിസ് ബ്രദർ ലൈക്ക് എ മദർ ഡസ്. ഒരമ്മ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെയാണ് മിക്കാലി കുഞ്ഞിനെ കൊണ്ട് നടന്നത്. ദ ഓൺലി തിങ് ദാറ്റ് ഹി ഹാഡൻറ്റ് വിത്ത് ഹിം വാസ് ബ്രസ്റ്റ് മിൽക്ക്. When he went in search of the Anatolian woman who breastfeed little babies, he was chased away by them. അനറ്റോളിയൻ സ്ത്രീകളിൽ ഒരാൾ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന സ്ത്രീ ഉണ്ടെന്ന് കേട്ടപ്പം അത് തെരഞ്ഞിട്ടവൻ പോയി അല്ലേ. ബട്ട് ഹി വാസ് ചേസ്ഡ് അവേ ബൈ ദം. അവരവനെ ഓടിപ്പായിപ്പിക്കുകയാണ് ചെയ്തത്. ദേ വർ സ്കെയർഡ് ഓൺ സീയിങ് ദ സ്കെൽട്ടോണിക് ബേബി.
He lost all the hope in surviving. നിലനിൽപ്പിൻ്റെ എല്ലാ പ്രതീക്ഷകളും അവനിൽ നഷ്ടപ്പെട്ടിരുന്നു. Lack of food, money to buy anything, and lack of sleep at nights had left him like a lost soul. The tolerant, loving, caring, bold, and admirable teenager Mikali lost all his hopes when he was chased away by the Anatolians. അപ്പം മിക്കാലി നന്നായിട്ട് സഹിക്കുന്ന ആളാണ് അല്ലേ. ഹി വാസ് വെരി ടോളറൻറ്റ്, ലവിങ് ആണ്, കെയറിങ് ആണ്, നല്ല ബോൾഡായി. ഇത്രയും സിറ്റുവേഷൻസ് ലൈഫിൽ വന്നപ്പോഴും നല്ല ബോൾഡായി നിന്ന ആളാണ് മിക്കാലി. ആൻഡ് ഹീ ഈസ് ആൻ അഡ്മിറബിൾ ടീനേജർ, റൈറ്റ്? പക്ഷേ ഹി ലോസ്റ്റ് ഓൾ ഹിസ് ഹോപ്സ്. അവൻക്ക് അവൻ്റെ എല്ലാ പ്രതീക്ഷകളും ഈ അനറ്റോളിയൻസ് ഇവനെ പായിപ്പിച്ചപ്പോൾ നഷ്ടപ്പെട്ടു. He was hopeless and that added to the burden on his back. ഇവരിങ്ങനെ ചെയ്തപ്പം ഇവൻ്റെ മുതുകിലുള്ള ഭാരം ഒന്നുകൂടെ കൂടുകയാണ് ചെയ്തത്. He sobbed. It was the Chinaman who came and consoled him. പിന്നെ വന്നിട്ട് അവനെ സമാധാനിപ്പിച്ചത് ആരായിരുന്നു? ചൈനാമാനാണ്. When Chinaman's wife breastfed the baby, the burden on Mikali's body and soul vanished away. ചൈനാമാൻ്റെ ഭാര്യ ഈ കുട്ടിയെ മുലയൂട്ടിയപ്പോൾ മിക്കാലിൻ്റെ ശരീരത്തിലും ആത്മാവിലും ഉണ്ടായിരുന്ന ഭാരം തന്നെ ഒഴിഞ്ഞു പോയതായിട്ട് അവന് തോന്നി. He realized that humanity has not passed away from the world, which again left him with expectations. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുമുട്ടിയപ്പം ഇവൻക്ക് മനസ്സിലായി എന്ത്? ലോകത്ത് നിന്ന് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന, മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം മുഴുവനായിട്ട് മരിച്ചു പോയിട്ടൊന്നും ഇല്ല എന്ന്. അതുപോലെ തന്നെ ഇത് അവൻക്കൊരു പ്രതീക്ഷയാണ് കൊടുത്തത്. ഇനിയുള്ള മുന്നോട്ടുള്ള ലൈഫിനെ കുറിച്ച് ഒരു പ്രതീക്ഷയും ഇവന് കൊടുത്തു. മിക്കാലി ഈസ് ആൻ അഡ്മിറബിൾ ടീനേജർ ഹു ആക്ട്സ് ആസ് എ മദർ ടു സേവ് ഹിസ് ബേബി ബ്രദർ. മിക്കാലി എങ്ങനെയുള്ള ആളാണ്? ഒരു ടീനേജറാണ്, ആർക്കും ആരാധന തോന്നിപ്പോകുന്ന ഒരു ടീനേജറാണ്. ഹു ആക്ട്സ് ആസ് എ മദർ, ഒരു അമ്മയുടെ റോളാണ് അവൻ ചെയ്യുന്നത് അല്ലേ, ടു സേവ് ഹിസ് ബേബി ബ്രദർ. ഹീ ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ബ്രദർഹുഡ് ആൻഡ് മെറ്റേണിറ്റി ഇറ്റ് സെൽഫ്. മിക്കാലി സ്പ്രെഡ്സ് ലവ് ആൻഡ് കെയർ ത്രൂ ഔട്ട് ദ സ്റ്റോറി. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാരഗ്രാഫ്, ക്യാരക്ടർ സ്കെച്ച് എഴുതിയെടുക്കാവുന്നതാണ്. നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് യു ക്യാൻ റൈറ്റ് യുവർ ഓൺ character sketch, like you can use your own language to write. This is an example only. And നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.